നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ അറ്റത്ത് അല്ലെങ്കിൽ ഗേറ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ഗേറ്റിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് ഈ പറയുന്ന വാസ്തു ചെടി നട്ടു വളർത്തി നോക്കിക്കോളൂ. ആ ചെടി വളരുന്നത് പോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും വളരും, പണം തേടി വരും എന്നാണ് പറയുന്നത്. ഈ ചെടി ആരൊക്കെ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് നട്ടു വളർത്തിയിട്ടുണ്ടോ ആ വീടുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ തന്നെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടിന്റെ ഒക്കെ ഗേറ്റിന്റെ അടുത്തൊന്ന് നോക്കൂ. ഈ ചെടി അവിടെ ഉണ്ടാകും. കാരണം പലരും അറിയുന്ന രീതിയിലല്ല ഈ ചെടികൾ വയ്ക്കുന്നത്, വളരെ രഹസ്യമായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ അത് അറിയാൻ സാധിക്കാതെ പോകുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് ആ ചെടി, എങ്ങനെയാണ് അത് നട്ടു വളർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് നടുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ ഒരു വാസ്തു ചെടി നമ്മൾ കൃത്യമായിട്ട് നട്ടു വളർത്തേണ്ട സ്ഥാനത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇവ വളർത്തേണ്ടത് നമ്മുടെ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ പടിപ്പുരയുടെ അടുത്ത്, അതുമല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന വഴിയുണ്ടല്ലോ, ആ കവാടമുണ്ടല്ലോ, ആ കവാടത്തിന്റെ അടുത്തായിട്ട് വേണം ഈ ചെടി നമ്മൾ വളർത്താനായിട്ട്. ഒരു വഴിക്ക് നമ്മൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ആദ്യം കാണുന്നത് അല്ലെങ്കിൽ തൊട്ടു തലോടിക്കൊണ്ട് പോകുന്നത് ഈ ചെടിയായിരിക്കണം. ഒരു വഴിക്ക് നമ്മൾ പോയിട്ട് വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് ആ ഗേറ്റ് കടക്കുമ്പോൾ ആദ്യം കാണേണ്ടതും ഈ ചെടി തന്നെയായിരിക്കണം. ഇങ്ങനെ നമ്മൾ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ആ വീട് സാമ്പത്തികപരമായിട്ട് ഉയരും, ഒരുപാട് ധനം ആ വീട്ടിലേക്ക് വന്നു ചേരാനുള്ള ഒരു യോഗം ഈ വാസ്തു ചെടി വീട്ടിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏതൊക്കെ ചെടികളാണ് വളർത്തേണ്ടത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 തരം ചെടികളാണ് ഈ ധനവശ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് വളർത്തേണ്ടത്. ഈ 5 ചെടികളിൽ ഒന്നാമത്തേത് മാതളമാണ്. നമ്മുടെ വീട്ടിന്റെ ഗേറ്റിന്റെ ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ ഒരു മൂട് മാതളം നട്ടു വളർത്തുക. നിങ്ങൾ നോക്കിക്കോളൂ, ഏതൊക്കെ വീടുകളിൽ വീടിന്റെ പടിപ്പുരയുടെ അടുത്ത് അല്ലെങ്കിൽ ഗേറ്റിന്റെ അടുത്തായിട്ട് ഈ മാതളം നിൽപ്പുണ്ടോ ആ വീടുകളൊക്കെ സാമ്പത്തികപരമായിട്ട് എന്നും ഉയർന്നു കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. സമ്പത്ത് ആ വീട്ടിലേക്ക് ആകർഷിക്കപ്പെടും. ഒരു വഴിക്ക് നമ്മൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഈ മാതളത്തിന്റെ തളിരിട്ട ഇലകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ആ മാതളം കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കാര്യവിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ വീട്ടിലെ ഇളതലമുറക്കാർക്ക്, പ്രത്യേകിച്ചും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ ഏറ്റവും ഐശ്വര്യമാണ് ഇങ്ങനെ മാതളം വീട്ടിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. വിദ്യ കൊണ്ട് വലിയ വിജയം നേടാൻ, അവർ ഏർപ്പെടുന്ന കർമ്മ മേഖലയിൽ നിന്ന് വിജയങ്ങൾ കൊയ്ത് വീട്ടിലേക്ക് വന്നു കയറാനൊക്കെ ഈ ശകുനം സഹായിക്കുമെന്നാണ് വിശ്വാസം. ആരൊക്കെ മാതളം വീടിന്റെ അടുത്ത് വളർത്തിയോ അവരൊക്കെ ജീവിതത്തിൽ ഉയർന്നിട്ടേ ഉള്ളൂ എന്ന് സാരം. അപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തായിട്ട് മാതളം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു മൂട് മാതളം വളർത്തി നോക്കിക്കോളൂ, സർവ്വ ഐശ്വര്യമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് ശിവനരളി ചെടിയാണ്. ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഈ ഒരു ചെടി അറിയപ്പെടുന്നത്. നമ്മളൊക്കെ സാധാരണയായിട്ട് ശിവനരളി എന്നാണ് പറയാറുള്ളത്. ശിവനരളി നമ്മുടെ ഗേറ്റിന്റെ അടുത്ത് വളർത്തി അതിങ്ങനെ എപ്പോഴും പൂവിട്ട് നിൽക്കും. ഈ ശിവനരളിപ്പൂ കണ്ടുകൊണ്ട് നമ്മളൊരു വഴിക്ക് പോകുന്നത് ധനത്തെ ആകർഷിക്കും എന്നാണ് പറയുന്നത്. ധനത്തെ ആകർഷിക്കുന്ന സ്വഭാവമുണ്ട് ഈ ഒരു ചെടിക്ക്. അതായത് ഇത് കണ്ടുകൊണ്ട് പോയാൽ ധനം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം വന്നു ചേരും എന്നാണ്. ധനം കൊണ്ടുവരാൻ, ധനത്തെ ആകർഷിക്കാൻ, ആ വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ചെടിയാണ് ശിവനരളി എന്ന് പറയുന്നത്. നമ്മളൊരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കാണുന്ന രീതിയിൽ ആ ഗേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ വഴി അവസാനിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഈ ഒരു ശിവനരളി നിങ്ങൾ നട്ടു വളർത്തുക. അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. ഇനി അടുത്ത ചെടി, മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് ഒരുപാട് കോടീശ്വരന്മാർ വീട്ടിൽ പലതരം നിറങ്ങളിൽ വച്ചു വളർത്തുന്ന ഒരു പൂച്ചെടിയാണ്. ഇതിന്റെ പേര് രാജമല്ലി എന്നാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഒരുപാട് വലിയ വലിയ വീട്ടിലൊക്കെ വലിയ സാമ്പത്തികപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന
ആളുകളുടെ വീട്ടിലൊക്കെ ഈ രാജമല്ലി നമുക്ക് വീടിന് ചുറ്റും വച്ചു പിടിപ്പിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും വീടിന്റെ മുന്നിൽ ഗേറ്റിന്റെ അടുത്തൊക്കെ ആയിട്ട് ഈ ചെടി ഇങ്ങനെ പൂത്തു നിൽപ്പുണ്ടാവും. അല്ലെങ്കിൽ മതിലിന്റെ മുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രാജമല്ലിക്ക് ഒരു സ്വഭാവമുണ്ട്. അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ രാജമല്ലിയാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നവരെ, ആ വീട്ടിൽ താമസിക്കുന്നവരെ രാജതുല്യരാക്കുന്നത്. രാജമല്ലി നട്ടു വളർത്തിക്കഴിഞ്ഞാൽ അവരെ രാജാവിനെ പോലെ വാഴിക്കും, അല്ലെങ്കിൽ രാജാത്തിയെ പോലെ വാഴിക്കും എന്നാണ് പറയുന്നത്. വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ വഴിയുടെ തുടക്കത്തിൽ ആരൊക്കെ ഇത്തരത്തിൽ രാജമല്ലി നട്ടു വളർത്തിയിട്ടുണ്ടോ ആ വീടുകൾക്കൊക്കെ രാജയോഗ സമാനമായിട്ടുള്ള ഉയർച്ച കൈവരിച്ചിട്ടുണ്ട്. ഒരു വീട് നന്നാവാൻ ആ വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ല വാസ്തു ചെടിയാണ് രാജമല്ലി എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ രാജമല്ലി ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ചെടി കൊണ്ടുവന്ന് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ അടുത്തായിട്ട് നട്ടു വളർത്തിക്കോളൂ. അത് നിങ്ങൾക്ക് വളരെ വളരെയധികം ഐശ്വര്യങ്ങൾ കൊണ്ടു നൽകുന്നതായിരിക്കും. ഇനി 4ാമത്തെ ചെടി എന്ന് പറയുന്നത് പേരമരമാണ്. ഈ പേരമരം നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത്, അതായത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും വളർത്തുന്നത്, ആ പേരമരം കായ്ച്ചു പൂവിട്ട് നിൽക്കുന്നത് ഏറ്റവും സമൃദ്ധിയുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ തങ്ങളുടെ വീട്ടിൽ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കാണാവുന്ന രീതിയിൽ പേരമരം വളർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, ഈ പേരമരം വീടിന്റെ മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് നൽകുന്നത്. അത് കണി കണ്ടുകൊണ്ട് നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമ്മൾ എന്താഗ്രഹത്തിനാണോ എന്താവശ്യത്തിനാണോ ഇറങ്ങി തിരിച്ചത് അത് ശരിയായ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നിന്നും നമുക്ക് എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവുകയും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്ത ചെടി, 5ാമത്തെ ചെടി എന്ന് പറയുന്നത് മഞ്ഞ തെച്ചിയാണ്. മഞ്ഞ നിറത്തിലുള്ള തെച്ചി ആ വീടിന്റെ മുൻഭാഗത്ത് പോകാൻ ഇറങ്ങുന്ന വഴിയുടെ സൈഡിൽ വച്ച് പിടിപ്പിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. സന്തോഷ വാർത്തകൾ എന്നും ആ വീട്ടിൽ അലയടിക്കും എന്നുള്ളതാണ്. ഇത് പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സർവ്വ ഐശ്വര്യമായിരിക്കും ഫലമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 ചെടികളാണ് വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് വളർത്തേണ്ടത്. ഇനി ഇതിലെല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീട് പല ദിശയിലേക്ക് നിൽക്കുന്ന വീടുകളായിരിക്കും. ചില വീടുകൾ കിഴക്കോട്ട് ദർശനമായിട്ടായിരിക്കും, ചില വീടുകൾ തെക്കോട്ട് ദർശനമായിട്ടായിരിക്കും, ചിലത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടായിരിക്കും, ചിലത് വടക്കോട്ട് ദർശനമായിട്ടായിരിക്കും. അപ്പോൾ വീടിന്റെ ദർശനം ഏത് ദിശയിലൊക്കെ ആയിക്കൊള്ളട്ടെ, എന്നാൽ വീടിന്റെ വഴി ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനവും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീടിന്റെ വഴി ആരുടെയെങ്കിലും വീടിന്റെ വഴി അല്ലെങ്കിൽ പുരയിടത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ആ വീട്ടിൽ ഇനി എന്തൊക്കെ വാസ്തുക്രിയകൾ ചെയ്തു എന്ന് പറഞ്ഞാലും ആ വീട്ടിൽ ധനം നിൽക്കില്ല. ഇത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിലെ വഴിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇതുപോലുള്ള വാസ്തുചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു ഐശ്വര്യം എന്തായാലും ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.